സ്കൂൾ തുറക്കാൻ ഏകദേശം ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ് ഇത്ര ഒരു നടപടി സ്വീകരിക്കുന്നത്. എന്താണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സ്കൂളും കോളേജുകളുടെയൊക്കെ ചുറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ വ്യാപകമായിട്ട് ലഹരി മാഫിയ പിടിമുറുക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ അവർക്കൊക്കെ തന്നെ മധുരപലഹാരങ്ങൾ എന്നുള്ള പേരിൽ ആദ്യമാദ്യം ഇത് ചെറിയ ഡോസ് കൊടുത്തിട്ട് പിന്നീട് ഇതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ നേരത്തെ കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്, സ്കൂൾ തുറക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂളിൻ്റെയും മുൻപിൽ ഉള്ള സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഇത് കച്ചവടത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റെയ്ഡ് ചെയ്തപ്പോഴേക്ക് 15 കടകൾ റെയ്ഡ് ചെയ്തു. എല്ലാ സ്ഥലത്തുനിന്നും ചാക്ക് കണക്കിനാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ഇത് പാക്കുളം വാർഡിൻ്റെ കൗൺസിലർമാരൊക്കെ തന്നെ അതാ സ്ഥലങ്ങളിൽ അവർക്കറിയാമല്ലോ ഇത് എവിടെയൊക്കെയാണ് സംശയമുള്ള സ്ഥലങ്ങളെന്ന്. അതാ സ്ഥലങ്ങളിലുള്ള പോലീസിൻ്റെ ഉൾപ്പെടെ സേവനം നേടിക്കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പോലീസിൻ്റെ നല്ല സഹകരണം കിട്ടുന്നുണ്ട്. ചാക്ക് കണക്കിന് ഉൽപ്പന്നം പിടിക്കുകയാണ്. ആ കടകൾ ഉൾപ്പെടെ ഞങ്ങൾ റിമൂവ് ചെയ്യുകയാണ്. ശക്തമായ നടപടി ഇവരെ അടിവേറാക്കുന്ന തരത്തിലേക്ക് മുമ്പോട്ട് പോകും. സ്കൂൾ തുറക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന ലഹരി മാഫിയകളെ എല്ലാം തന്നെ കയ്യോടെ പിടികൂടാൻ ഇപ്പോൾ നമ്മുടെ മേയർ വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മുക്കിലും മൂലയിലും അവർ വലിയൊരു ലഹരി വേട്ടയാണ് നടത്തുന്നത്. നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഉള്ളൂർ ആക്കുളം റോഡിലാണ്. ഇവിടെ നിലവിൽ ഇപ്പോൾ ഒരു റെയ്ഡ് നടന്നതേ ഉള്ളൂ. ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു പെട്ടിക്കട, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും വലിയ അളവിലാണ് ലഹരി പദാർത്ഥങ്ങൾ ഇപ്പോൾ പോലീസ് എക്സൈസ് പിടിച്ചെടുത്തിരിക്കുന്നത്. വളരെയധികം വലിയൊരു ശൃംഖല തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മേയറോട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. സ്കൂളുകളുടെ പരിസരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കടകൾ ഇവിടെ അവർ തുടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവർക്ക് പിന്നിലും ഒരുപാട് വലിയ ശൃംഖലകൾ അല്ലെങ്കിൽ മാഫിയകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മറ്റൊരു ഊഹാപോഹമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടികളെ തന്നെയാണ്. ഇവരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ചെറിയ ലഹരി പദാർത്ഥങ്ങൾ ആദ്യം കൊടുക്കുകയും പിന്നീട് വലിയ ഈ MDMA പോലുള്ള സാധനങ്ങൾ ഇവരുടെ കയ്യിലേക്ക് എത്താൻ ഈ ചെറിയ കടകളിലൂടെ തന്നെ സാധിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇതിൻ്റെ എല്ലാം ഒരു ഫലം എന്നോണമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഇവിടെ സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. കോർപ്പറേഷൻ്റെ പരിധിയിൽ ഏകദേശം 101 വാർഡുകളാണ് വരുന്നത്. ഈ 101 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ശക്തമായ നടപടി ഇപ്പോൾ വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇവർ ശ്രമിക്കുന്നത് സ്കൂളുകളുടെ പരിസരത്ത് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തി ഊർജിതമായ ഒരു അന്വേഷണത്തോടു കൂടി തന്നെ ഇത്തരത്തിൽ ഈ കടകൾ സ്ഥാപിച്ചിട്ടുള്ളവരെ കണ്ടുപിടിക്കുക, അവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടിയായി തന്നെ പറയാനുള്ളത്. ഒരു കുട്ടി പോലും ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശമാണിപ്പോൾ മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ സാധിക്കും.